ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ പറയൂ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നിന്ന് കൂടുതൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വിവരം. അത് ഇപ്പോൾ സുരക്ഷ NDRF ടീം അത് റെസ്ക്യൂ ചെയ്ത് അല്ലെങ്കിൽ അതിനെ വീണ്ടെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്, പുറത്തേക്ക് വരികയാണ്. അവിടേക്ക് സ്ഥലത്ത് മറ്റേ JCB അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയതിനു ശേഷമാണ് ഒരു മൃതദേഹം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാമെന്ന് തോന്നുന്നു വീണ്ടെടുത്തിട്ടുണ്ട്. അതുമായി ഇപ്പോൾ ആ സംഘം ഇങ്ങോട്ട് വരികയാണ്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൃതദേഹവുമായി വരുന്നു. മറ്റൊരു വീടിലും 2 മൃതദേഹങ്ങൾ കൂടി ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. അതിനിടയിലാണ് തൊട്ടടുത്ത് ഒരു വീടുണ്ടായിരുന്നു എന്നുള്ളൊരു പ്രദേശവാസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ JCB എത്തിച്ച് തിരച്ചിൽ നടത്തി. ആ തിരച്ചിലാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ NDRFന്റെ സംഘം ഇപ്പോൾ ഇവിടേക്ക് മൃതദേഹം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അത് സ്ട്രെച്ചറിൽ എടുത്തു വെച്ചതിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനുള്ള നടപടികളുമായി തുടരുകയാണ്. ഈ വഴി ആ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്പം ശ്രമകരമായൊരു ദൗത്യമാണ്. ആ മൃതദേഹം എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. സമീപത്തുള്ള മരങ്ങളും മറ്റും മുറിച്ച് വഴിയൊരുക്കുകയാണ്. ഇപ്പോൾ അതൊരു മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച. ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ തകർന്ന് അതിനിടയിൽ പെട്ട് പോയ മനുഷ്യർ, അവരുടെ മൃതദേഹമാണ് ഇപ്പോൾ വീണ്ടെടുക്കുന്നത്. അത് എടുത്തതിന് ശേഷം ഇപ്പോൾ കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിദാരുണമായ രംഗങ്ങളാണ് അവിടെ കാണാനാവുന്നത്. ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും പറയുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചില വീടുകളുടെ ഭാഗത്ത് തെരച്ചിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഗോകുൽ, നേരത്തെയും ഒരുപാട് പേര് ആ സ്ഥലത്തേക്ക് എത്തി പറഞ്ഞിരുന്നു അവരുടെ പ്രിയപ്പെട്ടവർ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്ന ഒരു ഏകദേശ ധാരണ മാത്രമേ ആ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കാരണം ആ സ്ഥലം അത്രത്തോളം തകർന്നിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ മന്ത്രി K. രാജൻ പറയുന്നുണ്ടായിരുന്നു, ഇനി നമ്മൾ നീങ്ങുന്നത് ഈ ആരെയൊക്കെ കാണാതായി, അത് ഏതൊക്കെ ഭാഗത്താണ് എന്നത് ആ ബന്ധുക്കളോടൊപ്പം തന്നെ വന്ന് ആ സ്ഥലം ചൂണ്ടിക്കാട്ടി കൊടുത്ത് ആ തരത്തിൽ ഒരു അന്വേഷണം നടത്താനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി തുടർന്ന് ഇതിന്റെ തെരച്ചിൽ ഏത് ഭാഗത്തേക്കായിരിക്കും ഇവർ നീങ്ങുക, പ്രവർത്തനങ്ങൾ ഏതൊക്കെ വീടിന്റെ ഭാഗത്തായി ഇനിയും ആരെങ്കിലും ഉള്ളതായി സംശയിക്കപ്പെടുന്നുണ്ട്?